ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ എൻ്റെ കടയിൽ നിന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നതെന്താണെന്ന് വെച്ചാൽ എനിക്കിന്നൊരു രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ടോ. ഞാൻ ആ അമ്പലത്തിൽ പോയൊരു കഥ പറയാൻ വേണ്ടിയിട്ടോ ഞാനിത് ഇന്ന് വീഡിയോ എടുക്കുന്നത്. ഇന്നിപ്പോൾ ചൊവ്വാഴ്ച. അപ്പം ഞാൻ അധിക ദിവസം ഞാൻ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ച അധിക ദിവസം ഞാൻ അമ്പലത്തിൽ പോകാൻ ശ്രമിക്കാറുണ്ട്. പറ്റുമെങ്കിൽ പോകും. അധികം പോകാറുണ്ട്. വട്ടോളി അമ്പലം ഞങ്ങൾ വീടിൻ്റെ അടുത്താണ്. അപ്പം അധികം ദിവസം ഞാൻ അങ്ങനെ പോകാറുണ്ട് കേട്ടോ. അതൊന്ന് പെട്ടെന്ന് ആദ്യം തീരുമാനിച്ച് വയ്ക്കുന്നതല്ല, പെട്ടെന്ന് അങ്ങോട്ട് പോവുക അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്ന് അതുപോലെ രാവിലെ എണീറ്റപ്പം രാവിലത്തെ കാര്യം വേണ്ട, ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ ഇന്നലെ മൊത്തം എനിക്ക് നല്ല പനിയായിരുന്നു രാത്രിയിൽ. അപ്പോൾ അത് 2 ദിവസം മുമ്പേ ഞങ്ങൾ നാലമ്പലമൊക്കെ പോയി വന്നില്ല. നാലമ്പലം പോകുന്നതിൻ്റെ തലേദിവസം ഞായറാഴ്ചയാണ് നാലമ്പലം പോയത്. ശനിയാഴ്ച രാത്രി അപ്പോൾ എനിക്ക് നല്ല ജലദോഷം ഉണ്ടായിരുന്നു. നാലമ്പലം പോകുന്ന ഞാൻ വിചാരിച്ചല്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ടിക്കറ്റൊക്കെ ബസ്സൊക്കെ സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് നമ്മളൊരാൾ ഒഴിയുമ്പോൾ അവർക്ക് ആ പൈസ എത്രയാണെങ്കിലും അത് അവർക്ക് പോകില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയിട്ടോ എന്തായാലും. അപ്പോൾ അവിടെയൊക്കെ മൊത്തത്തിൽ സൈലൻ്റ് ആയിട്ടാണ്. ഞാൻ വലിയ ആക്റ്റീവ് ഒന്നും ആയില്ല, എനിക്ക് വയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്നലെ രാത്രി ആയപ്പോഴേക്ക് അവിടെ പോയി വന്നതിൻ്റെ ആ ക്ഷീണവും പിന്നെ മഴയായിരുന്നു നന്നായിട്ട്. അപ്പോൾ അതിൻ്റെ കൂടി ആയിരിക്കും ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി നന്നായിട്ട് പനിക്കുകയും ചെയ്തു എനിക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നിനും എനിക്ക് ഇന്ന് കടയിൽ പോരാൻ പറ്റുന്നെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. അത്രയ്ക്ക് ക്ഷീണമായിരുന്നു. രാത്രി അപ്പോൾ നല്ല പനിയായിരുന്നു. അങ്ങനെ പിന്നെ ഇന്നലെ രാത്രി അത് കഴിഞ്ഞ് നേരം വെളുത്ത് എഴുന്നേറ്റ് കഴിഞ്ഞപ്പം 8:30 ഞാൻ എണീറ്റപ്പോൾ തന്നെ. ആ 8:30 എണീറ്റിട്ട് പിന്നെ നമ്മൾ എങ്ങനെ അമ്പലത്തിൽ പോകാനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും നടക്കില്ലോ എന്നൊക്കെ വിചാരിച്ചു. എന്തായാലും പണികളൊക്കെ കഴിഞ്ഞപ്പോൾ 10:30 മണിയായിട്ടോ. പണികളൊക്കെ എന്ന് പറഞ്ഞാൽ ചോറ് വെച്ചു, മോട്ടനുണ്ട് അവിടെ, മൂപ്പര് ചോറും കറിയും വെക്കണം. മൂപ്പര് എന്നാലും അപ്പോഴും എനിക്ക് വയ്യാന്ന് കണ്ടാൽ പറയും കേട്ടോ, എനിക്ക് വയ്യെങ്കിൽ ഈ വെക്കണ്ട, നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങാമെന്നൊക്കെ മൂപ്പര് പറയലുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ ദോണയുണ്ട് അവിടെ, അപ്പോൾ അവൾക്ക് എന്തായാലും വെക്കണമല്ലോ. അപ്പോൾ അങ്ങനെ എന്തായാലും ചോറും കറിയൊക്കെ വെച്ച് ഇറങ്ങിയപ്പോൾ 10:30 മണിയായി. അപ്പോൾ കൊണ്ടാക്കാനാണെങ്കിലും മോട്ടനപ്പം ഇവിടുന്ന് വന്നിട്ടേ ഉള്ളൂ, അഗസ്ത്യമണി പോയി വന്നിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ അങ്ങോട്ട് തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ മഴയും പെയ്തു. അപ്പോൾ ഇനി ബൈക്കിൽ ഇനി കോട്ടൊക്കെ ഇട്ട് പോകണ്ടേ. അപ്പോൾ ഞാൻ എല്ലാം നടന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയൊരു കുറച്ചങ്ങോട്ട് ഇങ്ങോട്ട് പോന്നിട്ട് റോഡിലേക്ക് എത്തിയില്ല. അതിന് മുമ്പേ ഒരു ഓട്ടോറിക്ഷക്കാരൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ളവനാണ്, കുട്ടനാണ് അവൻ്റെ പേര്. അവൻ അയോ ഇറക്കിയിട്ട് അങ്ങോട്ട് വരികയായിരിക്കും. അപ്പോൾ അവൻ എന്നെ കണ്ടപ്പം ഞാൻ ഓട്ടോറിക്ഷൻ്റെ ഇത് ഒച്ച കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കി. അപ്പോൾ ഇവനാണ്ടത്. അപ്പോൾ അവൻ എന്നോട് ചോദിച്ച് എന്നെ വണ്ടി നിർത്തി തന്നു. അപ്പോൾ ഞാൻ കയറി ഞാൻ അഗസ്ത്യമണി ഇറങ്ങാമെന്നുള്ളതിലാണ്. അപ്പോൾ അഗസ്ത്യമണി എത്തിയപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഇവിടെ ഇറങ്ങല്ലേ, എനിക്ക് കെട്ടാങ്കലിക്ക് പോകണം. ചേച്ചി ഇവിടെ അല്ലേ ഇറങ്ങുന്നത്, എങ്ങോട്ടാണ് ചേച്ചി പോകേണ്ടത്, എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നീ കെട്ടാങ്കലിക്കാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കെട്ടാങ്കലിക്കാണ് പോകുന്നത്, എനിക്ക് കെട്ടാങ്ങ വരെ പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു അവനോട്, എനിക്ക് അരീക്കുളങ്ങര പോകണമായിരുന്നു, ഇപ്പോൾ ഈ പോയാൽ നട അടയ്ക്കൂലേ, 10:30 ആയില്ലേ, അപ്പോൾ ഈ സമയമൊക്കെ ആകുമ്പോൾ ഈ നട അടയ്ക്കില്ലേന്ന് വെച്ചു. നിങ്ങൾക്ക് അരീക്കുളങ്ങരയ്ക്ക് പോകാനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ എനിക്ക് അരീക്കുളങ്ങര പോകണമെന്നുണ്ടായിരുന്നു, ഞാൻ അത് വിചാരിച്ചൊക്കെ ഇറങ്ങി സമയം കഴിഞ്ഞതിനെ കൊണ്ട് പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചാൽ. ചുമയാണ് കേട്ടോ, പനി ഉണ്ട്. അപ്പം അവൻ പറഞ്ഞു ഞങ്ങൾ നിൽക്ക്, ഞാൻ അങ്ങോട്ടാണ് കെട്ടാങ്കലിക്കാണ് പറഞ്ഞു. അങ്ങനെ കെട്ടാങ്കലെത്തിയപ്പോൾ ഞാൻ വിചാരിച്ചവൻ കെട്ടാങ്കലല്ലേ, അവിടെ നിന്നാണ് എന്തെയാണെങ്കിലും ഓട്ടോറിക്ഷ വിളിച്ചിട്ടായാലും അവിടം വരെ എത്തുമല്ലോ, അപ്പോൾ എന്തായാലും പോകാമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞില്ല 10:30 അടയ്ക്കില്ല, 10:30, 10:30, 11 മണി വരെയൊക്കെ ഉണ്ടാവലുണ്ട് എന്ന് പറഞ്ഞു. എന്തായാലും വേണ്ടില്ല, ഇവൻ അവിടുന്ന് നേരെ വരുന്നത് അരീക്കുളങ്ങര ക്ഷേത്രത്തിലേക്കാട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഞാനത് പറഞ്ഞുകൊണ്ട് ഇന്നെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വരികയെന്ന് വിചാരിച്ചു. കുഴപ്പമില്ല, അവിടെ നിന്ന് അങ്ങോട്ടുള്ള എന്തായാലും വേണ്ടില്ല, എത്തിച്ചല്ലോ, പൈസ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അവൻ എന്നെ ഇറക്കിയപ്പം പൈസ കൊടുത്തപ്പോൾ അവൻ പൈസ വാങ്ങില്ല. പൈസ എന്നോട് പറഞ്ഞു, വേണ്ട ചേച്ചി പൈസ വേണ്ട, ഞാനതാ അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഒരു വയസ്സായ അച്ഛൻ്റെ അവിടെ, വയ്യാത്താണ്, കാലൊക്കെ വയ്യാത്ത, നമ്പൂരിയാണ് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്, അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ പൈസ കൊടുത്തിട്ട് പൈസ വാങ്ങിയില്ല. അങ്ങനെ പിന്നെ അവിടെ മുട്ടെറുക്കാനൊക്കെ തേങ്ങ വാങ്ങാനുള്ള ഒരാളുടെ, അപ്പോൾ അയാളുടെ ഞാൻ ചോദിച്ചു അവിടെ വഴിപാടിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ടാവുമോ, നട അടച്ചോന്ന് ചോദിച്ചപ്പോൾ ഇല്ല നട അടച്ചിട്ടില്ല, പക്ഷേ വഴിപാടിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ടാവും, കൗണ്ടർ അടച്ചിട്ടുണ്ടാവുക. അങ്ങനെ എന്തായാലും ഇല്ല, അമ്മേനെ കാണാൻ വേണ്ടിയിട്ടല്ലേ. അങ്ങനെ ഞാൻ ഓടി കുറച്ച് അവിടെ ചെന്നപ്പം അമ്മേനെ കണ്ടു തൊഴുതു. അപ്പോൾ എന്താ സംഭവം, അവിടെ പൂമൂടൽ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഭയങ്കര ഇതായിപ്പോയി. ഞാൻ ഇതുവരെ അവിടുത്തെ പൂമൂടൽ ഞാൻ കണ്ടിട്ടില്ല. എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പോരുക എന്നല്ലാണ്ട് പൂമൂടൽ ഞാൻ കണ്ടില്ല. എലിഞ്ഞിക്കൽ അമ്മേൻ്റെയാണ് ഒരു പൂമൂടൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അല്ലാതെ പിന്നൊക്കെ മൂകാംബികയിലൊക്കെ അല്ലേ ഉള്ളത്. അപ്പോൾ അതൊന്നും നമുക്ക് കാണാൻ അത്രയ്ക്ക് ഇതില്ല, തിരക്കുള്ള സ്ഥലമല്ലേ, അവിടെ ഒന്നും കാണാൻ പറ്റില്ല. ഇത് പക്ഷേ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാനും ഒരു അമ്മയും ഒരു ചേച്ചി, അതിൻ്റെ മോനാണെന്ന് തോന്നുന്നു, അത് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടുത്തെ അമ്പലത്തിൻ്റെ ആൾക്കാർ മാത്രം. അങ്ങനെ ഞാൻ ആ പൂമൂടൽ കണ്ടു, പിന്നെ തൊഴുതു. അവിടെ നിന്ന് എനിക്ക് പ്രസാദം, ഉണ്ണിയപ്പം പ്രസാദമായിട്ട് തന്നു.
തിക്കും തിരക്കും ഒന്നും ഇല്ലാണ്ട് അമ്മേൻ്റെ അടുത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി. എന്താ പറയുക, ഭയങ്കര സന്തോഷമായിപ്പോയി. എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര അനുഭവമായിപ്പോയി. അതായത് അത് കഴിഞ്ഞ് പിന്നെ തൊഴുത്തൊക്കെ കഴിഞ്ഞ് ആ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്തി. അത് ആ ആലിൻ്റെ അവിടെ ഇങ്ങനെ ഞാൻ നിൽക്കുകയാണ്. പിന്നെ ആലിൻ്റെ അവിടെ അങ്ങനെ നിന്ന് അവിടെ നിന്ന് ഒരു വയ്യാത്തൊരാളുണ്ട് ലോട്ടറി വിൽക്കുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരു ടിക്കറ്റൊക്കെ എടുത്തു. അഥവാ ഇനി എന്തേ അടിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് ഇങ്ങനെ അതൊക്കെ നടന്നു വരിക. ഞാൻ നടന്നത് എനിക്ക് ഈ ഒരു സന്തോഷം, ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത് കേട്ടോ എനിക്ക് ഭയങ്കര. അപ്പം അവിടെ എത്തിയപ്പോഴേക്ക് അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷക്കാരൻ അമ്പലത്തിൽ വന്നിട്ട് അവർ വന്നു. അപ്പം ഞാനതിങ്ങനെ നമ്മൾ വണ്ടി കിട്ടുകയാണെങ്കിൽ കയറി പോകാന്നുള്ളത്. എനിക്ക് അവിടെ നിന്ന് മുക്കത്തേക്ക് നേരിട്ട് ബസ് കിട്ടാൻ പാടാണ്, അല്ലെങ്കിൽ പിന്നെ ഓട്ടോറിക്ഷ തന്നെ കിട്ടണം. അപ്പം ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരൻ വന്നു. അപ്പം ഞാൻ ചോദിച്ചു കെട്ടാങ്കളിക്കാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു അതെ കെട്ടാങ്കളിക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കയറി അവിടെ ചെന്നപ്പോൾ പൈസ കൊടുത്തു. അവരും പൈസ വാങ്ങിയില്ല കേട്ടോ. അപ്പോൾ വേണ്ട സാരമില്ല ചേച്ചി ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ പൈസ വാങ്ങിയില്ല. അങ്ങനെ ഞാൻ മുക്കത്തേക്ക് ആവശ്യമിലേക്ക് ബസ് കയറി ഞാനിവിടെ എത്തി. അപ്പോൾ ഞാൻ എന്താ പറയുന്നറിയോ, നമ്മൾ ആഗ്രഹിച്ചിരുന്നിട്ട് കാര്യമില്ല, അത് നടക്കണം എന്ന് ദൈവം കൂടി തീരുമാനിച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് ഇപ്പോൾ അമ്മേൻ്റെ അടുത്ത് എത്തണം എന്ന് ഇന്ന് ഞാൻ അവിടെ എത്തണം എന്നുള്ളത് അമ്മേൻ്റെ ഒരു ഇതാണ്. അതുകൊണ്ട് അമ്മ എനിക്ക് അവനൊരു നിമിത്തമായി വന്നിട്ട് അവനാണ് എന്നെ ഇന്ന് അമ്മേൻ്റെ അടുത്ത് എത്തിച്ചത്. ഞാൻ അവനോട് പറഞ്ഞു, നീയാണ് നിന്നെ അമ്മേൻ്റെ അടുത്ത് വെച്ചത്, അമ്മ എന്നെ അമ്മേൻ്റെ അടുത്ത് എത്തിക്കാൻ വേണ്ടി നിന്നെ ഏൽപ്പിച്ചതാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അവനും പറഞ്ഞു ഞാനും അതെ. അവനങ്ങനെ ഓട്ടോറിക്ഷയൊന്നും എടുക്കാറില്ല കേട്ടോ, എപ്പോഴെങ്കിലുമൊക്കെ അവൻ ഓട്ടോറിക്ഷ എടുക്കാറുള്ളൂ. അപ്പോൾ ഇവർ വിളിച്ചപ്പം അതിന് വേണ്ടിയിട്ട് ഓട്ടം പോകുന്ന വണ്ടിയൊന്നും അല്ല അങ്ങനെ. അപ്പോൾ അങ്ങനെ അവനും പറഞ്ഞു നിമിത്തം പോലെ ഞാനാണ് ഇപ്പം നിമിത്തമായത് എന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് അങ്ങനെ അമ്പലങ്ങളിലേക്കൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിലൊക്കെ തന്നെ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അധികം പോവാറുണ്ട്. പിന്നെ എപ്പോഴും പോകാനൊന്നും പറ്റില്ല, നമ്മൾ വീട്ടിലത്തെ സമ്മതം കൂടി വേണമല്ലോ. ഇന്നിപ്പോൾ ഇത് പോയതൊന്നും മോഡൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ വീട്ടിൽ പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ പോകുന്നില്ല, പിന്നെ ഇപ്പോൾ പറയണ്ടല്ലോ. വീട്ടിൽ അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ പറയാമെന്നല്ലോ. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും അറിയാമല്ലോ. അപ്പോൾ പോകുന്നില്ല എന്ന് തീരുമാനിച്ചിറങ്ങിയതാണ്, പറ്റില്ല സമയം ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ചിറങ്ങിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയാണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അമ്മേൻ്റെ അടുത്ത് ദൈവത്തിൻ്റെ അടുത്തേക്ക് ഇനിയിപ്പോൾ കണ്ണൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിലും എനിക്ക് അങ്ങനെ തന്നെ ഉണ്ടാകുന്നത്. നമ്മൾ എത്ര ഒരുങ്ങി പിടിച്ചിട്ടുണ്ടെങ്കിലും കണ്ണൻ തീരുമാനിക്കും നമ്മളവിടെ എത്തിയത് എന്നെത്തണം എപ്പോൾ എത്തണം എന്നുള്ളത്. അതിന് എന്ത് തടസ്സം വന്നാലും എന്തൊക്കെ തടസ്സം വന്നാലും നമ്മളവിടെ എത്തിയിരിക്കും അല്ലേ. ഇന്നെനിക്ക് അങ്ങനെയാട്ടോ ഒരു അനുഭവം ഉണ്ടായത്. എനിക്ക് ഇന്നത്തെ അനുഭവത്തിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നമ്മളെത്ര എത്തില്ല, ആ സമയമില്ല, അവിടെ കഴിഞ്ഞു പോകുമെന്നൊക്കെ വിചാരിച്ചാൽ ആ സമയത്ത് നമ്മളവിടെ എത്തും അല്ലേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ. വയ്യ പനിയാണ് കേട്ടോ, ചുമയൊക്കെ ഇങ്ങനെ മുക്കി നിൽക്കുക. ചുമയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടാണ്. ബൈ.